നമുക്കിന്ന് അടിപൊളി ഒരു കിഴങ്ങ് മെഴുക്കുവരട്ടി തയ്യാറാക്കിയാലോ? കാണുമ്പോ തന്നെ കൊതിയാവുന്നില്ലേ? അപ്പൊ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പാനിലേക്കോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കുന്നതിന് മുമ്പ് ഒരു നുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുത്താല് കടുക് ഒരുപാട് ഇങ്ങനെ പൊട്ടി തെറിച്ച് പുറത്തോട്ട് പോകത്തില്ല. അതൊരു കുഞ്ഞു ടിപ്പാണേ, എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പൊ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ചെറുതാക്കി അരിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് അതിന്റെ പച്ചമണമൊക്കെ മാറി വരണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പിലയൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരും വരെ നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അരിഞ്ഞു വെച്ച കിഴങ്ങ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നല്ലപോലെ ഇതുപോലെ ഒന്ന് പുരട്ടിയെടുക്കണേ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിടണം. നമ്മുടെ ചില കിഴങ്ങുകൾക്ക് വേവിന്റെ സമയത്തിന് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വെന്തുടഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പൊ എനിക്ക് 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും നല്ലപോലെ നമ്മുടെ കിഴങ്ങെല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുന്നില്ല. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാനൊന്ന് തുറന്നു വെച്ച് കുക്ക് ചെയ്യുവാണ്. പക്ഷെ ചില കിഴങ്ങ് ഒന്നുകൂടെ ചിലപ്പോൾ വേവേണ്ടി വരുവേ. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങ് ഫ്രൈ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂട് ചോറിന്റെ കൂടെ കുറച്ച് പുളിശ്ശേരിയും നമ്മുടെ കിഴങ്ങ് മെഴുക്കുവരട്ടിയും ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ ഊണ്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ്സ് വഴി അറിയിക്കണേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.